Guys, let's go. Varu, Varu. And right. Good. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ടൂർ പ്രോഗ്രാം കസാക്കിസ്ഥാനിലേക്കാണ്, അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. ഷാർജ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇന്ന് 2/4/2024 വൈസ്മാൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ കൂടെയാണ് നമ്മളും അൽമാട്ടിയിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ആദ്യത്തെ ഫോട്ടോ സെക്ഷൻ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച്. എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ബസ്സിലാണ് ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, ഫ്ലൈറ്റിനടുത്തേക്ക് കൊണ്ടുപോയത്. ഫ്ലൈറ്റ് മൂവ് ചെയ്ത് തുടങ്ങി. ഇനി നമ്മൾ അൽമാട്ടിയിലേക്കാണ്. ഡിസെൻഡിങ് അനൗൺസ്മെൻറ്റ് കേട്ട് തുടങ്ങുമ്പോൾ തന്നെ താഴെ നമുക്ക് മഞ്ഞ് പുതച്ച മലനിരകൾ കാണാം. താമസിയാതെ തന്നെ അങ്ങകലെ വലുതും ചെറുതുമായിട്ടുള്ള കെട്ടിടങ്ങളും ദൃശ്യമായി തുടങ്ങി. കസാക്കിസ്ഥാനിലേക്ക് വരാൻ ഇന്ത്യൻസിന് വിസയുടെ ആവശ്യമില്ല. നമുക്ക് പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് എൻട്രി സീലടിച്ച് നമുക്ക് കൺട്രിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് വേൾഡിലെ 9th ലാർജസ്റ്റ് കൺട്രിയാണ്. അവരുടെ ലാംഗ്വേജസ് റഷ്യൻ ആൻഡ് കസാക്കാണ്. തെങ്കെ ആണ് അവരുടെ കറൻസി. കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ അസ്താന ആണ്. മുമ്പ് അൽമാട്ടി ആയിരുന്നു, ഇപ്പോൾ അൽമാട്ടിയിൽ നിന്ന് മാറ്റി അസ്താന. നമ്മുടെ ഗൈഡ് പ്ലക്കാർഡും പിടിച്ച് വെയിറ്റ് ചെയ്യുവാണ് നമുക്ക് വേണ്ടി. അൽമാട്ടി എയർപോർട്ടിന് 2 നിലകളാണ് ഉള്ളത്. താഴത്തെ നില അറൈവലും മുകളിലത്തെ നില ഡിപ്പാർച്ചർ. എല്ലാവരും ഒരു പോയിന്റിലേക്ക് ഗ്യാദർ ചെയ്യാൻ നമ്മുടെ ഗൈഡ് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുവാണ്.
എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് കറൻസി ചേഞ്ച് ചെയ്യാം, സിം കാർഡ് എടുക്കാം. നമ്മളിവിടുന്ന് സിം കാർഡ് വാങ്ങി. Let's go. Guys, let's go. Varu. അങ്ങനെ നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. അൽമാട്ടി എയർപോർട്ട് പുറത്തു നിന്നുള്ള വ്യൂ ആണിത്. നമ്മളെല്ലാം കൂടെ 34 ആൾക്കാരുണ്ട്. വലിയ ബസ് എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വരില്ല. അതിനാൽ ഒരു ഔട്ടർ പാർക്കിങ്ങിലാണ് ബസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് പോകണം. അൽമാട്ടിയിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഫോട്ടോ. Hotel is Casual Park, right? The same. Good afternoon, everyone. My name is Ata Bek. You can call me Ata. I will be your guide. Yes, I will. Ata, AKA. Yeah, yes. Yes. I will be your guide all through your tour. നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇന്ന് വേറെ സൈറ്റ് സീയിങ് ഒന്നും ഇല്ല. ഗൈഡ് നാളത്തെ നമ്മുടെ ടൂറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. Khonsai Lakes. 300 kilometers. On the way, you will see an amazing terrain, Kazakh terrain, the nomad. So welcome to Kazakhstan. Hope you will be listening very carefully. Usually, when I see a room, go into washroom, please, okay? Because we go into the highway, and after around 1.5 hours, will be first stop. On the 125th kilometer is the gas station, or around the gas station we will have. So please use the washrooms before you come out, and do not forget. Take your passport. I strongly urge you because that's the borderline. Sometimes there's a checkpoint where they check out your passports. So keep that always in your pocket. So we're just going to Khonsai or what? Tomorrow we are going to Khonsai. I think first we go to Khonsai, and then on the way back we are going to Sharon Canyon. Everything, all the information about the canyon and everything I will tell you tomorrow. Wi-Fi. When you go to Sharon Canyon, inside the restaurant, another Wi-Fi. So whatever you need. So this winter has recently finished and spring started. This is warming up everything, but you don't see any blossoming over here. It slowly starts. In winter time, the temperature goes down up to, this year it was minus 24. So it's not the lowest temperature we had over here. Around 7 years ago, and when there was minus 30, 32, I was having a city tour with people from Delhi. They were frozen completely. We went back and they were there in their hotel for 2 days. They never came out. So, but the summertime, the temperature in Almaty, July goes 45, 48 in July. So we have continental climate over here, from utmost hot to utmost cold. That's why people are very used to both cold and both hot. The main language spoken over here is Russian and Kazakh language. On the last, that's our letter. We have 48 letters in our alphabet. So we usually use the letters like zh, sh. So mainly everybody is fluent in Russian, and you will hear mainly two languages being spoken in Russia, in Kazakhstan. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി.
കാസ്കോൾ പാർക്ക് ഹോട്ടൽ, അതാണ് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര്. പാർക്കിംഗ് ഏരിയയിലേക്ക് ബസ് കയറില്ല, അപ്പോൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും ഇറങ്ങി ലഗേജൊക്കെ എടുത്തു. അതിന് റോഡ് ക്രോസ് ചെയ്ത് ഹോട്ടലിലേക്ക് പോകണം. കോസ്മോസിൻ്റെ ഗൈഡ് നേരത്തെ തന്നെ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓരോ ആൾക്കാരും അവരുടെ ചാവി വാങ്ങി റൂമിലേക്ക് പോയാൽ മതിയായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൽ റൂം നമ്പർ 220 ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ തന്നെ റൂമിലേക്ക് രണ്ട് പാർട്ടായി തിരിച്ചൊരു റൂമായിരുന്നു. എൻട്രൻസിൽ ചുവരിൻ്റെ രണ്ട് സൈഡിലും മിററെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സും ബാഗും ഒക്കെ വയ്ക്കാനായിട്ട് ഷെൽഫ് ഉണ്ടായിരുന്നു. റൂം അത്ര വലിപ്പമൊന്നുമില്ല, എന്നാലും ഓക്കെ. ചെറിയൊരു സോഫയും ഒരു ടേബിളും ടി വി എല്ലാം ഉണ്ട്. പിന്നെ ഒരു മിനി ബാറും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് റൂം ഹീറ്റിംഗ് സിസ്റ്റം. തണുപ്പ് രാജ്യങ്ങളിൽ റൂം ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈവനിങ് നമ്മൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റ് കാണാം. നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ സൂക്ഷിക്കാൻ ഇവിടെ ഒരു സേഫ് സിസ്റ്റമാണ്. നമ്പർ ലോക്ക് ആണ് ചെയ്യേണ്ടത്. നമുക്ക് തന്നെ നമ്പർ ലോക്ക് ചെയ്യാം. തിരിച്ചു വരുമ്പോൾ ലോക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാഗ് എടുത്ത് പോവാം. ഈ സൂപ്പർ മാർക്കറ്റിൽ അധികവും ലോക്കൽ മെയ്ഡ് സാധനങ്ങളാണ് കാണാൻ പറ്റിയത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുള്ള പോലെ തന്നെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ കൂടെ തന്നെ ലിക്കർ ഷോപ്പും അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ലിക്കർ ഷോപ്പ് ഒന്ന് കാണാം.
500. Yeah? No problem. 308 ആണ് ഇനി അടിച്ചത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടലിലേക്ക് നടക്കുന്ന വഴി ഒരു മണി എക്സ്ചേഞ്ച് കണ്ടു. അവിടെ പോയി ഡോളർ മാറ്റി തെങ്കയാക്കണം. സ്റ്റെപ്പ് ഇറങ്ങി അകത്തേക്ക് ഒരു വീടിനുള്ളിലേക്കാണ്, അതുപോലെയാണ് കയറേണ്ടത്. കുറേ മുറികളുള്ള ഒരു കെട്ടിടമായിരുന്നു. അതിലൊരു റൂമിലാണ് മണി എക്സ്ചേഞ്ച്. കാസ്ഹോൾ പാർക്ക് ഹോട്ടൽ ആൻഡ് റിസപ്ഷൻ ആൻഡ് റെസ്റ്റോറൻറ്റ് ഏരിയ കാണാം. ഡിന്നർ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്, തന്തൂർ റെസ്റ്റോറൻറ്റ് കാണാം. തന്തൂർ റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ കുസീനാണ്. ഇന്നത്തെ മെനുവിൽ റൈസ്, നാൻ, ബട്ടർ ചിക്കൻ, പനീർ മസാല, ദാൽ ഫ്രൈ, പായസം ഒക്കെ ആയിരുന്നു. നല്ല ഡെലീഷ്യസ് ഫുഡായിരുന്നു. We had the tastes like that. I recommend to go to Khulsa Lake immediately, passing by each other.
അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇനി നാളെ കോൾസായി ലേക്ക്, ചാരൻ കാന്യൻ, ബ്ലാക്ക് കാന്യൻ അവിടെയൊക്കെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ Day 2 എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.